സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ പകൽക്കാലം കർത്താവിന്റെ വചനത്തെ ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 7. വളരെ മനോഹരമായ ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ചാണ്. മഹോപദ്രവ കാലഘട്ടം നമുക്കറിയാം 6-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. അത് 19-ാമത്തെ അധ്യായം വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മുദ്രകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിലെ 7 മുദ്രകളിൽ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ, ദർശനത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നു. ഇവിടെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്യാപ്പ്, ഒരു ബ്രേക്ക്, ഒരു ഇന്റർവെൽ അവിടെ സംഭവിക്കുക. 6-ാം അധ്യായത്തിനും 8-ാം അധ്യായത്തിനും ബിറ്റ്വീൻ ദ ചാപ്റ്റേഴ്സ് 6 and 8 there is a break, there is an interval happening. ഒരു ഇടവേള കാണിക്കുകയാണ്. ഈ 8-ാം അധ്യായത്തിൽ വീണ്ടും ഈ ഉപദ്രവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മഹോപദ്രവ കാലഘട്ടം കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നാൽ ഈ 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ തന്റെ ദർശനത്തിൽ 2 കാഴ്ചകൾ കാണുന്നുണ്ട്. He has two visions in between the tribulations. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ആ കാഴ്ച? ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ പകൽക്കാലം നമ്മൾ പഠിക്കുന്നത്. അനേക സ്പെക്കുലേഷൻസ് ഉണ്ട്, മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ഉണ്ട്, ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ, നമുക്കതിനുള്ള കൺവിക്ഷൻ തരട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ മുന്നോട്ട് വായിക്കുകയാണ്. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദോസ് തിങ്സ് വെയർ ഹാപ്പനിങ്. ഈ 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം വരെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. അതിനുശേഷം ഈ മുദ്രകൾ പൊട്ടിച്ച സംഭവങ്ങൾക്ക് ശേഷം, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇറ്റ് ഇസ് എ കണ്ടിന്യൂവേഷൻ. വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണമേ. ഇത് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഭാഗമല്ല, ഇതിനോട് കണ്ടിന്യൂ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ആൻഡ് after these things, after the above things which were explained in the previous chapters. ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതിന് ശേഷം എന്താ കാണുന്നത്? ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്റെ മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട്, എഴുതിയിരിക്കുന്ന 4 കോണുകൾ, ഹോൾഡിംഗ് ദ 4 winds of the earth, that the wind should not blow the earth or nor on the sea or any tree. ഇവിടെ എഴുതിയിരിക്കുന്ന 4 angels standing on the 4 corners of the earth. ഭൂമിയുടെ 4 ദിക്കിൽ, 4 corners of the earth. അതാണ് ഇവിടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 കോണിലും നിൽക്കുക. That means it is talking about a whole earth. ഭൂമിയെ മുഴുവനുമായും കാണിക്കുകയാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ 4 ദിക്കിലും 4 ദൂതന്മാരെ 4 കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവര് ഈ ന്യായവിധി സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം, ഈ ന്യായവിധി നടക്കാതിരിക്കാൻ തക്കവണ്ണം ഫോർ എ സെർട്ടൈൻ ടൈം, കുറച്ച് കാലഘട്ടത്തിലേക്ക് ഈ 4 കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവിടെ യാഥാ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിലേക്ക്. ഏത് കാലഘട്ടത്തിലേക്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് 7 trumpets judgment. 7 കാഹളങ്ങളെ കുറിച്ചും ഓരോ കാഹളം ഊതുമ്പോൾ ഒരു ന്യായവിധിയെ കുറിച്ചും കേൾക്കുന്നു. ആ ന്യായവിധികൾ സംഭവിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിമേൽ സംഭവിക്കുന്നുണ്ട്, കടലിന്മേൽ സംഭവിക്കുന്നുണ്ട്, വൃക്ഷത്തിന്റെ മേൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യായവിധി വരുന്നതിന് മുമ്പ് ഒരു ദൂതൻ ഇവരോട് പറയുകയാണ്, ഈ 4 ദൂതന്മാരോട് പറയുകയാണ്, നൗ ലീവ് ദി എർത്ത് അലോൺ, leave the sea alone, leave everything in this world alone for a short time. ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യും. കാരണം I am going to do something now. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് കൽപ്പിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കിക്കേ, ശ്രദ്ധിച്ചേ. അപ്പോൾ 4 ദൂതന്മാര് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധി ഒരു ചെറിയ സമയത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണ്.
രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. ഹിയർ ഈസ് അനദർ ഏഞ്ചൽ കമ്മിങ് അപ്പ്. വേറൊരു ഏഞ്ചൽ വരികയാണ്. ഹി ഹാസ് ഗോട്ട് സംതിങ് ഇൻ ഹിസ് ഹാൻഡ്. വാട്ട് ഈസ് ഇൻ ഹിസ് ഹാൻഡ്? ഹി ഹാസ് ദ ഹാൻഡ്, ഹി ഹാസ് ദ സീൽ ഓഫ് ഗോഡ് ഇൻ ഹിസ് ഹാൻഡ്. അവന്റെ കയ്യിൽ ദൈവത്തിന്റെ മുദ്രയുണ്ട്. ദൈവത്തിന്റെ മുദ്ര ചെയ്യുവാൻ തക്കവണ്ണം അധികാരം ലഭിച്ച ഒരു ശിഷ്യനാണ് അവിടെ നിന്നുകൊണ്ട് ഈ 4 ദൂതന്മാരോട് പറയുന്നത്. സമുദ്രത്തിന്റെ മേലും ഭൂമിമേലും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ചിരിക്കുന്ന ദൂതന്മാരോട് പറയുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഒരു ഇന്റർവെല്ലിലേക്ക് ഈ ജഡ്ജ്മെന്റ് നിർത്തിവെക്കുവാൻ പറയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ മുദ്ര ചെയ്യുന്ന സമയം വരെ. വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണമേ സഹോദരങ്ങളെ. ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? ഇത് ഏത് ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്? മഹോപദ്രവ കാലഘട്ടത്തിലുള്ള ദൈവത്തിന്റെ ദാസന്മാർ. അല്ലെങ്കിൽ അവിടെ വേറെ ഒരു റെഫറൻസസും ഇല്ല. കാരണം ഉപദ്രവം നടന്നുകൊണ്ടിരിക്കുന്നു. ഉപദ്രവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ മധ്യത്തിൽ ഒരു ദൂതൻ മറ്റു 4 ദൂതന്മാരോട് പറയുകയാണ്, സ്റ്റോപ്പ് ഇറ്റ് ദെയർ ഫോർ എ മൊമെന്റ്. കുറച്ച് സമയത്തൊക്കെ അവിടെ നിന്ന് നിർത്തിക്ക്. ദൈവത്തിന്റെ മുദ്ര ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ ഞാൻ ചെയ്തു തീരുവോളം. ഒരു കാര്യം നമ്മൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് ശേഷം വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന 22-ാം അധ്യായം വരെ സഭയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. There is no mentioning about church. The last verse we hear about the church is until the last verse of chapter 3. നമുക്ക് അവിടെ chapter 3-ൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നോക്കിയേ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്ക സഭയോടുള്ള ദൂതന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ 3:22 ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. That is the end of it. After that, chapter 4 onwards, up until 22, there is no mentioning about the church. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ മഹോപദ്രവ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ സഭ ഉൾപ്രാപണം ചെയ്തു, സഭ എടുക്കപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ മുദ്ര ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ അടിക്കുക എന്ന് പറഞ്ഞാൽ കടന്നുപോയ സഭയിലെ വിശുദ്ധന്മാരെ കുറിച്ചല്ല പറയുന്നത്. സ്റ്റിൽ ഈ ഭൂമിയിൽ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ മധ്യത്തിൽ ഈ ഭൂമിയിൽ താമസിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന ചില ദൈവദാസന്മാർ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 7-ാം അധ്യായം 3-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. saying, hurt not the earth, neither the sea, nor the trees, till we have sealed the servants of our God in their foreheads. അവരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുന്നത് വരെ. ഈ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്, what do you mean by സീലിംഗ്? സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ഗ്രീക്ക് റൂട്ട് മീനിങ് നമ്മൾ പഠിക്കുവാൻ പോകുമ്പോൾ സാധാരണ ഈ സീലിംഗ് നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, യജമാനന്മാര് അടിമകളുടെ മേൽ അവരെ മുദ്ര ചെയ്യും. ഈ അടിമ എന്റേതാണെന്ന് പറഞ്ഞ് അവരുടെ മേലേക്ക് അവരെ സീൽ ചെയ്യുന്ന ആ ഒരു വേർഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി, ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറയുകയാണ് ഈ സീലിംഗിലൂടെ. അപ്പോൾ ദൈവം തന്റെ ദാസന്മാരുടെ മേൽ തന്റെ സീല്, അവരുടെ നെറ്റിമേൽ അവന്റെ സീല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹി ബിലോങ്സ് ടു മീ, ഷീ ബിലോങ്സ് ടു മീ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 സീലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 144,000 പേരെ കുറിച്ച് വീണ്ടും 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വായിച്ചു വരുമ്പോൾ പിശാച്, സാത്താനും അവന്റെ ദാസന്മാരെ സീൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അവിടെ. ഞാൻ ആ വാക്യം പെട്ടെന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇവിടേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് കർത്താവ് സമയം തരുന്നുവെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ ചെന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധ മദ്യം കുടിക്കേണ്ടി വരും. അപ്പോൾ പിശാചിന്റെ മുദ്ര ഏൽക്കുന്നവരുണ്ട്.
14 അധ്യായം 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ. അപ്പോൾ നെറ്റിയിലും കൈമേലും മുദ്രയേൽക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. ഈ 14 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് നോക്കിയേ, മുകളിലേക്ക് ഒന്ന് നോക്കിക്കേ. പിന്നെ 14:1 പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നെറ്റിയിൽ പിതാവിന്റെ നാമവും യേശുക്രിസ്തുവിന്റെ നാമവും എഴുതുക, അതാണ് നെറ്റിയിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ 7 അധ്യായത്തിൽ വായിച്ചത് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ ദൈവത്തിന്റെ ലെറ്റ്സ് കം ബാക്ക് ടു 7:3, 7 അധ്യായത്തിന്റെ 3 വാക്യത്തിലേക്ക് വന്നേ. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ, 144,000. അപ്പോൾ ഇതേ 144,000 ആണ് ചാപ്റ്റർ 14:1 നമ്മൾ കണ്ടത്. നെറ്റിയിൽ മുദ്രയേറ്റിരിക്കുന്ന 144,000 പേര്. അപ്പോൾ അവിടെ അവരുടെ മുദ്ര എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദാറ്റ് മാർക്ക്? അവരുടെ വെച്ചിരിക്കുന്ന അടയാളം എന്താണെന്നറിയാമോ? അത് 14 അധ്യായം 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ നാമവും ക്രിസ്തുവിന്റെ നാമം പിതാവിന്റെ നാമം. അപ്പോൾ ക്രിസ്തുവിന്റെ നാമവും പിതാവിന്റെ നാമവുമാണ് അവരുടെ മേൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള മുദ്ര എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുദ്രയിട്ട് കഴിയുവോളം നമ്മൾ ഈ പറഞ്ഞു വന്ന മഹോപദ്രവ കാലഘട്ടത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വലിയ കാലഘട്ടത്തെ കുറിച്ചല്ല പറയുന്നത്. എത്ര നാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 hour ആയിരിക്കും, മേ ബി 1 day ആയിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം ഓൾ ടുഗദർ, ലിറ്ററലി സ്പീക്കിംഗ്, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മൊത്തം കൂടെ നോക്കിക്കഴിഞ്ഞാൽ 7 വർഷത്തെ മഹോപദ്രവമേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല. ഇന്നിപ്പോൾ മഹോപദ്രവമായി ഇന്ന് സഭ എടുക്കപ്പെടുകയാണെങ്കിൽ അടുത്ത 7 years, ദാറ്റ് മീൻസ് 2024 + 7, 2031 years, ദാറ്റ് 2031. അത്രമാത്രമേ ഉള്ളൂ. അതാണ് ഈ 7 വർഷത്തിന്റെ കാലഘട്ടം. പലപ്പോഴും പലർക്കും മനസ്സിലാകാത്ത ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ജനിക്കുകയും ഒത്തിരി പേര് മരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഈ പുതുതായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരൊക്കെ കർത്താവിനെ അറിയുവാനിടയാകുമോ? സഹോദരങ്ങളെ, ഈ 7 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ്. ജസ്റ്റ് 7 years മീൻസ് നത്തിങ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അടുത്ത 7 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനെ അറിഞ്ഞു തന്നെയാണ് അവർ ജീവിക്കുന്നത്. അതാണ് അതിന്റെ കാലഘട്ടം. ചെറിയൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്, 7 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഇല്ല. ദാറ്റ് ക്യാൻ ബി എനി ടൈം, മേ ബി എ ഡേ, മേ ബി എ വീക്ക്, വി ഡോണ്ട് നോ, ഇറ്റ് ഈസ് നോട്ട് മെൻഷൻ ദെയർ. അതുകൊണ്ട് തന്നെ ഈ മുദ്ര ഇടുന്നത് വരെയുള്ള സമയം മാത്രമേ ഈ ന്യായവിധി കർത്താവ് നിർത്തുന്നുള്ളൂ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിലും തനിക്ക് വേണ്ടി നിൽക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, തനിക്ക് വേണ്ടി മറ്റ് എല്ലാ ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരെ കരുതുന്ന ഒരു ദൈവത്തിന്റെ കരത്തെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഗോഡ്, ഹി ഈസ് സോ മെർസിഫുൾ ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രിബുലേഷൻസ്, even in the middle of great tribulation, though his wrath is pouring down, though his wrath is coming down and the Lord is punishing the whole world, yet he has a reservation for his people. മറന്നുപോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ ലോകത്തെ മുഴുവനും ദൈവം ഈ ക്രോധത്തിൽ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അതിന്റെ മധ്യത്തിൽ ദൈവനാമത്തിന് വേണ്ടി മാറ്റപ്പെട്ടു നിൽക്കുന്ന, വേർപെട്ടു നിൽക്കുന്ന ഒരു ജനത്തിന് വേണ്ടി അവിടുത്തെ കരുണയുടെ കരം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ പറ്റുന്ന മറ്റൊരു സംഗതി. ഇവിടെ ശ്രദ്ധിക്കണമേ, ഇവിടെ മുദ്രയിട്ടവരുടെ എണ്ണം പറയുന്നുണ്ട് 144,000 പേർ. ഈ 144,000 കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി സ്പെക്കുലേഷൻ, ഒത്തിരി എന്ന് പറഞ്ഞാൽ 3-4 സ്പെക്കുലേഷൻസ് ഈ വിഷയവുമായിട്ടുണ്ട്. 3-4 വ്യാഖ്യാനങ്ങളുണ്ട്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ 144,000, 144,000 പേർ എന്താണെന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ സിംബോളിക് ആയിരിക്കും, ചില കാര്യങ്ങൾ ലിറ്ററൽ ആയിരിക്കും, ചില കാര്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കും. നമ്മൾ വ്യാഖ്യാനം പഠിക്കുമ്പോൾ, ഈ വചനത്തിന്റെ വ്യാഖ്യാനം പഠിക്കുമ്പോൾ ചിലതിന്റെ
ചിലത് സിംബോളിക് ആയിരിക്കും. കാരണം ചില എന്താ പറയുന്നത് ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ ചിലതിൻ്റെ എന്താ പിക്ചർ ലാംഗ്വേജിലായിരിക്കും. ചില പടങ്ങളാണ്, ഒരു ചിത്ര വിവരണം പോലെ നമുക്ക് തോന്നും. എന്നാൽ ചിലത് അക്ഷരികമായിട്ട് കറക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 7 സഭകൾക്ക് 7 ദൂതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സിംബോളിക് ആയിട്ടുള്ള ഒന്നും മനസ്സിലാക്കാനായിട്ടില്ല. കാരണം 7 means 7 letters gone to the 7 churches. It is literal. അത് അക്ഷരികമായിട്ട് ശരിയാണ്. അപ്പൊ നമ്മളിവിടെ വായിക്കുന്നു 144,000 പേരെന്ന് പറയുന്നത് അക്ഷരികമാണോ സിംബോളിക് ആണോ അത് മെറ്റഫർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is nothing like that. ഇവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ 12 ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ഗോത്രത്തിലും 12,000 പേരെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഗോത്രങ്ങളുടെ പേരും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ജാതിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവിടെ പിന്നെ സ്പെക്കുലേഷൻ്റെതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഇറ്റ് ഇസ് വെരി വെരി ക്ലിയർ ദെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇസ്രയേൽ. This is talking about the 12 tribes and it is talking about a specific number. അതിന് വളരെ മറ്റു യാതൊരു വിധമായിട്ടുള്ള സ്പെക്കുലേഷൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഊഹാപോഹങ്ങൾ പ്രചരിക്കുവാനോ പഠിക്കുവാനോ അതിനെ ഓർത്ത് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. വ്യക്തമായിട്ട് നമ്മളത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയവും ആ വിഷയത്തിൽ ഉണ്ടാകാതെ വണ്ണം തന്നെ നമുക്കൊരു ക്ലിയർ വിഷനിൽ നമുക്ക് ഈ ഭാഗത്തെ അപ്രോച്ച് ചെയ്യുവാനായിട്ട് കഴിയും. ഇവിടെ ശ്രദ്ധിച്ച് എന്താണ് ഈ 144,000 പേരെ കുറിച്ചുള്ള സ്പെക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ സ്പെക്കുലേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ ആ ഊഹാപോഹങ്ങൾ വിവിധ വ്യാഖ്യാനങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞ് സഹോദരങ്ങളെ നിങ്ങളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ റിയാലിറ്റിയിലേക്ക് വരാം. ഒന്ന്, യഹോവ സാക്ഷികൾ, ജഹോവാസ് വിറ്റ്നസസ്, അവർ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഈ 144,000 പേരെന്ന് പറയുന്നത് അവരാണെന്നാണ്. They claim that they are the people who are 144,000 who is going to reign with Christ. ക്രിസ്തുവുമായിട്ട് ഒന്നിച്ച് കഴിയുവാനായി പോകുന്ന ദൈവം വീണ്ടെടുത്തിരിക്കുന്ന 144,000 പേരെന്ന് പറയുന്നത് യഹോവ സാക്ഷികൾ പറയുന്നത്, അവർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പഠിപ്പിക്കൽ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. They claim that it is talking about them. അവരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന്. പക്ഷെ അതിനകത്തൊരു വലിയ വിഷയം എന്തോന്നറിയാമോ? കുറച്ച് ചിന്തിക്കുവാൻ ബുദ്ധിയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ ക്ലെയിം തള്ളിക്കളയാൻ പറ്റും. കാരണം ടുഡേയ്സ് പോപ്പുലേഷൻ, ഇന്നത്തെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ 8.4 മില്യൺ യഹോവ വിറ്റ്നസസ് ഉണ്ടെന്നാണ് അവരുടെ കണക്ക് പറയുന്നത്. 8.4 മില്യൺ. അപ്പോൾ 8.4 മില്യൺ ഉള്ള യഹോവ വിറ്റ്നസിനകത്ത് ഉള്ളി 144,000 പേർക്ക് ഈ അനുഭവം ഉള്ളെങ്കിൽ ബാക്കിയുള്ളവരെവിടെ പോകും? സ്വാഭാവികമായിട്ടൊരു ചോദ്യമല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. 8.4. അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന യഹോവ വിറ്റ്നസ്മാർ എന്തുണ്ട്? ഇൻ കേസ് കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വർഷങ്ങളിൽ ജനിക്കുവാൻ പോകുന്ന അവരുടെ കൂട്ടത്തിൽ പെരുകുവാൻ പോകുന്ന യഹോവ വിറ്റ്നസ്മാർ എന്തുമാത്രമുണ്ട്? So their claim is absolutely good for nothing. അവരുടെ ക്ലെയിമിനകത്ത് യാതൊരു സാധുതയും ഇല്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇതവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റീസെന്റ്ലി ഈ അടുത്ത കാലഘട്ടത്തായി പുതിയൊരു ടീച്ചിങ് യഹോവ വിറ്റ്നസിന്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് അറിയാമോ? അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന വേർപെട്ടിരിക്കുന്ന അപ്പോസ്തോലിക പദവിയിലുള്ളവരാണ് ഈ 144,000 പേരെന്നാണ് അവരിപ്പോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനദർ ക്വസ്റ്റ്യൻ കംസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ അപ്പോസ്തലന്മാർ മാത്രമേ സ്വർഗത്തിൽ പോകുമെങ്കിൽ അപ്പോസ്തലന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോകും? ദിസ് ഈസ് അഗൈൻ അനദർ പ്രോബ്ലം. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ക്ലെയിം എന്ന് പറയുന്നത്. പിന്നെ അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവരെ കുറിച്ചല്ല അത് പറയുന്നതെന്ന്. ഈ ഒരു വിഭാഗം മാത്രമേ 144,000 പേർ അവരുടേതാണെന്ന് പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നു 144,000 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റിങ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചാണ് പറയുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അതിന് ആദ്യം പറഞ്ഞത് ഈ 3-ാമത്തെ അധ്യായം വരെ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും സഭയെന്നുള്ളത് സഭ എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയടത്ത് ഇവിടെ 144,000 വന്നപ്പോ എന്താ സഭയെന്ന് എഴുതാഞ്ഞത്? ഒരിക്കലും ഇത് സഭയെക്കുറിച്ച് പറയുന്നതല്ല. കാരണം സഭ ഒരിക്കലും മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നില്ല. അതിന് തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫ്രം chapter 4 to chapter 22 there is no mentioning of church. സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സഭയെക്കുറിച്ച് എഴുതിയേമായിരുന്നു. ഒന്നുകിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയേമായിരുന്നു, അല്ലെ സഭയെ ദൈവം സൂക്ഷിച്ചെന്ന് എഴുതിയേമായിരുന്നു, അല്ലെ സഭയെ ആ ബാധ ഒഴിഞ്ഞുപോയി എന്ന് എഴുതിയേമായിരുന്നു, അല്ലെങ്കിൽ സഭയെ ഒരു കോണിൽ ദൈവം ആക്കി സൂക്ഷിച്ചു എന്ന് എഴുതിയേമായിരുന്നു. എങ്ങും തന്നെ
സഭയെക്കുറിച്ചുള്ള ഒരു വാക്ക് പോലും പറയുന്നില്ല. അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ സഭ ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 144,000 എന്ന് പറയുമ്പോൾ അത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണമേ. അത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. കാരണം സഭ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലില്ല. നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 144,000 എന്ന് പറയുന്ന ഒരു മെറ്റഫർ ആണോ എന്ന് പറഞ്ഞാൽ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ പിക്ചർ ലാംഗ്വേജ്. കാരണം വലിയ സത്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണോ ഇത് എന്ന് നമുക്കൊരു സംശയം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കൂട്ട് ഈ 7 letters to 7 churches, 7 സഭകൾക്ക് 7 ദൂതുകൾ എഴുതി എന്ന് പറയുന്നത് അത് ലിറ്ററൽ ആക്ഷരികമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് പിക്ചർ ലാംഗ്വേജ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-ാം അധ്യായത്തില് 24 എൽഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, 24 മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സംശയമില്ല, നമ്മൾ ആക്ഷരികമായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. 12 എണ്ണം എന്ന് പറഞ്ഞാൽ സഭയിലെ പാട്രിയാക്സ്, പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാര്, അടുത്ത 12 എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാർ, 12 24. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദാറ്റ് ഇസ് ലിറ്ററൽ. അത് വ്യക്തമായിട്ടും അത് ലിറ്ററൽ ആണെന്നും ആക്ഷരികമാണെന്നും നമുക്കറിയാം. അതുപോലെ തന്നെ 7 സീൽസിനെ കുറിച്ച് നമ്മൾ ഈ 6-ാമത്തെ അധ്യായത്തിൽ വായിച്ചു കേട്ടു. 7 മുദ്രകളെ കുറിച്ച്. അതും ഓരോ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച്, ഓരോ ദൂതൻ ഓരോ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അത് നമുക്ക് ആക്ഷരികമായിട്ട് വിശ്വസിക്കുവാൻ പറ്റും. 7 സീൽസ്, 7 മുദ്രകളെന്ന്. അതുപോലെ മുന്നോട്ട് പഠിക്കുമ്പോൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 ബൗൾസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മുന്നോട്ട് പഠിക്കുമ്പോൾ 7 ട്രംപറ്റ്സിനെ കുറിച്ച് 8-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നു. പിന്നീട് 7 ബോൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ 4 ഏഞ്ചൽസിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ വായിച്ചു. 4 കോണിലും, ഭൂമിയുടെ 4 കോണിലും 4 കാറ്റ് പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പറയത്തില്ല അത് പിക്ചർ ലാംഗ്വേജ് എന്ന്. അല്ല, കാരണം ഭൂമിക്ക് 4 ദിക്കുകളുണ്ട്. 4 corners of the earth എന്നുള്ളത്, that 4 means 4. That cannot be 5 or 8 or 10. No, it is 4. So that is again literal. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത് 144,000. But quite naturally, we know that it is literal. അതിനകത്ത് there is no picture language in it. It is very, very literal. എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാരാണ് ഈ 144,000 എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ 144,000, ഞാൻ ഈ വിഷയങ്ങൾ പഠിച്ച കൂട്ടത്തിൽ, പല വ്യാഖ്യാനങ്ങൾ പഠിച്ച കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഈ 144,000 എന്ന് പറയുന്നത് മഹോപദ്രവ കാലഘട്ടത്തിന് ശേഷം യേശുവിനെ ക്രിസ്തുവെന്ന് സ്വീകരിക്കുന്ന ഇസ്രയേൽ ജനത, യഹൂദന്മാര്, നമുക്കറിയാം സെക്കറിയ പ്രവാചകന്റെ പുസ്തകം ബുക്ക് ഓഫ് സെക്കറിയ ചാപ്റ്റർ 12 വേഴ്സ് 10 പറയുന്നുണ്ട്, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന്. They will look upon to the one whom they pierced. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മിശിഹായിലേക്ക് അവർ മടങ്ങി വരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ മഹോപദ്രവ കാലഘട്ടമാണ്. ഈ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർ പീഡിപ്പിക്കപ്പെടുകയാണ്. ലോകം മുഴുവനും അവർക്കെതിരായിത്തീരുകയാണ്. ദൈവം അവർക്കെതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് അവർക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവർ മെശിഹ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എന്നറിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് അവർ ഉപദ്രവിച്ച, അവർ ക്രൂശിച്ചവൻ തന്നെയാണ് മശിഹ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനകത്ത് ഒരു ജനം കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകും. There will be a group of people in the midst of this Jewish nation, in the midst of this Israel, who are willing to pay any price. So they go through the tribulations. They will be beheaded. They will be martyred. അവർ രക്തസാക്ഷികളായി തീരും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ വില കൊടുക്കും. അങ്ങനെ ഫസ്റ്റ് ഫ്രൂട്ടായിട്ട്, ആദ്യ ഫലമായിട്ട് ഒരു ജനം മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഉണ്ടാക്കും ഇസ്രായേലിൽ നിന്ന്. അവരാണ് ഈ 144,000 പേര്. എവിടെയാ വാക്യം എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ച് 1 മുതൽ താഴേക്ക് വായിക്കുന്ന സമയത്ത് ബീയിങ് ദ ഫ്രൂട്ട്സ്, അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ബീയിങ് ദ ഫ്രൂട്ട്സ് ആൻഡ് ടു ഗോഡ് ആൻഡ് ടു ലാംബ്. അവര് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നതും കണ്ടു. അവിടെ താഴേക്ക് വായിച്ചു വന്നിട്ട്
അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവർ ദൈവത്തിനും കുഞ്ഞാടിനും അതെ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നു. 4-ാമത്തെ വാക്യം, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഈ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ അതിനും ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ഈ 14-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഇതെന്താ സ്ത്രീകളോടുകൂടി ഈ 144,000 പേര് വിവാഹം കഴിക്കാത്തവരായിരുന്നോ എന്നൊരു ചിന്തയുണ്ടാകും. എന്നാൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഹീബ്രു ലാംഗ്വേജിൽ അത് പഠിക്കുമ്പോൾ അതിന് എഴുതിയിരിക്കുന്ന വേർഡ് എന്താണെന്ന് വെച്ചാൽ അവോഡ സെറാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൽഡ് വിത്ത് ഹീതൻ ഗോഡ്സ് എന്നതിൻ്റെ അർത്ഥം. അതായത് അന്യ ജാതികളുടെ ദൈവവുമായിട്ട് ഇടകലരാത്തവർ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ സേവിക്കാതിരുന്നവർ എന്നുള്ളത് ആ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ നിന്ന് വായിച്ച 4-ാമത്തെ വാക്യം, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. സോ ദേ ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട്. ദേ ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ദൈവത്തിങ്കലേക്ക്, ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞ ആദ്യത്തെ 144,000 പേരെ കുറിച്ചാണ് അത് പറയുന്നതെന്നാണ് തിയോളജിയൻസ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ യഹൂദ മതത്തിൽ നിന്ന് ആദ്യമായി ആ രാജ്യം കർത്താവിനെ, യേശു ക്രിസ്തുവിനെ, തങ്ങൾ ക്രൂശിച്ചവൻ തന്നെയാണ് മശിഹ എന്ന് പറഞ്ഞ് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ മിശിഹായിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച ആദ്യത്തെ 144,000 പേരെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. 144,000 എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കേ സഹോദരങ്ങളെ. എന്നിട്ട് ഗോത്രങ്ങൾ അനുസരിച്ച് ഓരോ ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, അശീർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബൂലൂൻ ഗോത്രത്തിൽ 12,000, ജോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഞാൻ എന്തിനാ ഈ ലിസ്റ്റ് വായിച്ചെന്നറിയാമോ? ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഗോത്രമുണ്ട്. അത് പറയാമോ ആർക്കെങ്കിലും? ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഗോത്രമുണ്ട്. അത് മാത്രമല്ല, ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങിയിരിക്കുന്ന യഹൂദ ഗോത്രത്തിലാണ്. പക്ഷെ ആക്ച്വലി മൂത്ത മകൻ ആരാണ്? രൂബേനാണ്. നമുക്കറിയാം രൂബേനെ കുറിച്ച് ഒന്ന് ദിനവൃത്താന്തത്തിലേക്ക് വരുമ്പോൾ, ദിനവൃത്താന്തം 5-ാം അധ്യായത്തില് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് രൂബേന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അപ്പന്റെ വെപ്പാട്ടിയുമായി ശയിച്ച് അപ്പന്റെ മേൽ നിന്നുള്ള ശാപം വന്നിട്ട് അവന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടിട്ട് ആ ജ്യേഷ്ഠാവകാശമാണ് ജോസഫിന്റെ മക്കളായ എഫ്രൈമിനും മനശ്ശെക്കും കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 5 വേഴ്സ് 1 നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ലിസ്റ്റിനകത്ത് നോക്കിക്കഴിയുമ്പോൾ എഫ്രൈം അവിടെ ഇല്ല. എഫ്രൈമിന് പകരമായിട്ട് വീണ്ടും ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ മനശ്ശെയെ കുറിച്ചുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മൂത്ത ജ്യേഷ്ഠാവകാശം ലഭിച്ചിരിക്കുന്ന എഫ്രൈമും മനശ്ശെയിലും എഫ്രൈം ഇല്ല, മനശ്ശെയെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായ ദാൻ ഗോത്രം അവിടെ ഇല്ല. ഡാൻ ഗോത്രം അവിടെ ഇല്ല. അതിനും കാരണമുണ്ട്. അത് നമുക്കൊരു നിമിഷം ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ റീസൺ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, രൂബേൻ ഗോത്രമായിരുന്നു ജ്യേഷ്ഠാവകാശം ഉണ്ടായിരുന്ന ഗോത്രം. രൂബേൻ ആ ചെയ്ത തെറ്റ് മൂലം ആ ഗോത്രത്തിലെ ആ ജ്യേഷ്ഠാവകാശമാണ് ജോസഫിന്റെ മക്കളായ എഫ്രൈമിനും മനശ്ശെക്കും വന്നത്. എന്നാൽ എഫ്രൈമിനെ കുറിച്ചുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ പഠിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിഗ്രഹാരാധന ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു ഗോത്രമായിരുന്നു എഫ്രൈം ഗോത്രം. അതുകൊണ്ട് തന്നെ അവർ ദൈവസന്നിധിയിലെ വളരെയധികം ദൈവത്തെ ദുഃഖിപ്പിച്ചവരായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞവരായിരുന്നു അവരുടെ പ്രവൃത്തികൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിനകത്ത് അവരെ ദൈവം ചേർത്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഡാൻ ഗോത്രത്തെ കുറിച്ച് പറയുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് 18 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 12 ഗോത്രത്തിൽ ഡാൻ ഗോത്രത്തിലാണ് ആദ്യമായി വിഗ്രഹാരാധന ആരംഭിക്കുന്നത്. ഐഡോലട്രി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഡാൻ ഗോത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ദാൻ ഗോത്രത്തെയും ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടില്ലെന്നുള്ളത് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 2 കാരണങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരെ അവിടെ ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ 144,000 എന്ന് പറയുന്നത്
ദൈവസഭയല്ല. ദൈവസഭയെ കുറിച്ചല്ല പറയുന്നത്. ദൈവസഭ ഓൾറെഡി എടുക്കപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ പ്രഥമരായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഇസ്രായേൽക്കാരാണ്. അപ്പോൾ ഇസ്രായേലിന് എന്തുകൊണ്ടാണ് മുമ്പ് നമ്മൾ വായിച്ചതുപോലെ 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ഭാഗത്തിൽ നിന്ന് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം എന്ന് നമ്മൾ വായിച്ചല്ലോ. കുഞ്ഞാടിനും ദൈവത്തിനുമുള്ള ആദ്യ ഫലമായി ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ദൈവം രക്ഷയെ, സാൽവേഷൻ അയക്കുമ്പോൾ അതിന് മുഖാന്തരമായി തീർന്ന ചാനൽ എന്താണെന്ന് ചോദിച്ചാൽ ജൂവിഷ് നേഷനാണ്. വ്യക്തമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. ഈ ഭൂമിയിൽ ന്യായപ്രമാണം, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, സാൽവേഷൻ ഈസ് ഓഫ് ദ ജ്യൂസ്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ആർക്ക് വരുന്നത്? സകല ലോകത്തിനുമുള്ള ഒരു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ജാതികളിലേക്ക് രക്ഷ കടന്നു വന്നത് യഹൂദന്മാരിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, കർത്താവിന്റെ അപ്പോസ്തലന്മാർ ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. ഗോഡ് ഓൾവേസ് ബ്രിങ്സ് സാൽവേഷൻ ത്രൂ ദ ജൂയിഷ് പീപ്പിൾസ് ഫസ്റ്റ്. ആദ്യത്തെ പ്രയോറിറ്റി എപ്പോഴും യഹൂദനാണ്. നമ്മൾ നോക്കിയ പാട്രിയാക്സ് വേർ ജൂയിഷ്. ഗോത്രപിതാക്കന്മാർ 12 പേരും യഹൂദന്മാരായിരുന്നു. പ്രോഫറ്റ്സ് വേർ ജൂയിഷ്. കർത്താവിന്റെ പ്രവാചകന്മാരെ എല്ലാവരെയും ഒന്ന് നോക്കിയേ, അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. അപ്പോസ്തലന്മാരെ നോക്കിയേ, അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നോക്കിയേ, കർത്താവും യഹൂദയിൽ നിന്നാണ് വന്നത്. അത് മാത്രമല്ല, ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നത് 10 കൽപ്പനയെ കുറിച്ച് നോക്കിയേ. അതല്ലെങ്കിൽ പഴയ നിയമത്തിലെ 613 കൽപ്പനയോട് നോക്കിയേ. അത് ആരിലൂടെയാണ് കിട്ടിയത്? യഹൂദന്മാർക്ക് വന്നതാണ്. അപ്പൊ യഹൂദന്മാർക്കാണ് അവിടുത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ, covenants were given to Jews. The word of God came through Jewish writers. ദൈവവചനം എഴുതിയിരിക്കുന്നവരെ നോക്കിയേ, യഹൂദന്മാരെ ഉപയോഗിച്ചാണ് ദൈവത്തിന്റെ വചനം കർത്താവ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ എല്ലാം യഹൂദന്മാര്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പിൾ സർവീസിലേക്ക് നോക്കിയേ, കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവരെ നോക്കിക്കേ, അത് യഹൂദന്മാരാണ്. യഹൂദന്മാരല്ലാത്തവരെ കൊണ്ട് ദൈവാലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യിപ്പിക്കത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, therefore everything regarding our salvation and our relationship with Christ was made available to us through the Jewish people. യഹൂദന്മാരിലൂടെയാണ് ഇതൊക്കെയും വന്നത്. Just as the Lord promised Abraham that through his seed many nations would be blessed, and that pattern continues in the tribulation as well. നമുക്കറിയാം, അബ്രഹാമിനോട് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത, നിന്നിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ജൂവിഷ് നേഷനിലൂടെയാണ്, ഇസ്രായേലിലൂടെയാണ് ശ്രേഷ്ഠമേറിയ രക്ഷ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇത് തന്നെയാണ് ഞാൻ എന്തിനാ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇതേ പാറ്റേൺ തന്നെയാണ് മഹോപദ്രവ കാലഘട്ടത്തിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. മഹോപദ്രവ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നതിൽ ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് യഹൂദന്മാരുടെ മടങ്ങി വരവിന് വേണ്ടിയാണ്, യഹൂദന്മാരുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ പല 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 ദുർവ്യാഖ്യാനങ്ങൾ ഈ ഭാഗങ്ങളുമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പല ദുർവ്യാഖ്യാനങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പലരും പഠിപ്പിക്കുന്നുണ്ട്. ചിലർ പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? ഇന്ന് ജൂവിഷ് നേഷനിലേക്ക്, ഇസ്രായേലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗോത്രങ്ങൾ അവിടെ ഇല്ലെന്നുള്ളതാണ്. ആകെയുള്ള ഗോത്രം ലേവ്യ ഗോത്രം മാത്രമേ ഉള്ളെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, then answered Jesus to Peter. Jesus said unto them, verily I say unto you that you which have followed me in the regeneration, when the Son of Man shall sit in the throne of his glory, you shall also sit upon the 12 thrones and judging the 12 tribes of Israel. കർത്താവ് പറഞ്ഞു, പുനർജനനത്തിൽ നിങ്ങൾ എന്നോടുകൂടെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവ് വരുവോളം ആ 12 ഗോത്രങ്ങൾ നിലനിൽക്കുമെന്നുള്ളത് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടങ്ങളിലും ആ 12 ഗോത്രങ്ങളുണ്ട്, ഇന്നും ആ 12 ഗോത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്ന് 29-30 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ച് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ താഴേക്ക് വായിച്ചു വന്ന് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 12 ഗേറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 12 വാതിലുകളുണ്ട്. അതുപോലെ 12 അടിസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 12 ശിഷ്യന്മാരുടെ പേരിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എല്ലാം നോക്കുമ്പോൾ 12 ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ
the tribes still remain. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു തിയോളജി എന്താന്ന് ചോദിച്ചാൽ റീപ്ലേസ്മെന്റ് തിയോളജി. ക്രിസ്ത്യാനിറ്റിയില് ചില സഭകളില് ചില ഗ്രൂപ്പുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഇസ്രയേലിന് ദൈവം കൈവിട്ടിരിക്കുകയാണ്. ഇസ്രയേലിന് പകരമായിട്ട് ഇസ്രയേലെയും ജാതികളെയും കൂടെ ഒന്നിച്ച് ചേർത്താണ് സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം പഴയ നിയമത്തിൽ മാത്രമായിരുന്നു. ക്രിസ്തു വന്നതോടുകൂടി ഇസ്രയേൽ വാസ് കംപ്ലീറ്റ്ലി അബാൻഡൻഡ്. And he took a group of people from Israel and from a group of people from Gentiles. They are put together and named church. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. But it is not like that. Church is church and Israel is Israel. Church is church and Jewish nation is Jewish nation. ഇസ്രയേലുമായി ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടി എന്നുമുണ്ട്. ഉടമ്പടി എന്നും നിലനിൽക്കുന്നുണ്ട്. സഭയെന്ന് പറയുന്നത് ഇസ്രയേലിനെ കൂടാതെ, besides Israel, there is another community called the church. And the church has been redeemed through the blood of Christ. That is another thing. ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ ഒരു വാക്യം ഞാൻ എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ. ദൈവവചനത്തിൽ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്. 25 മുതലുള്ള വാക്യങ്ങൾ. 11:25, റോമൻസ് 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ രഹസ്യം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. സി, അപ്പൊ ജാതികൾക്കൊരു പൂർണ്ണസംഖ്യ തികയണം. അതുവരെ ഇസ്രയേലിന് അംശമായിട്ട് ഒരു ക്ഷയം സംഭവിച്ചിരിക്കുക. അടുത്ത വാക്യം പറയുന്നു, ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് അഭക്തിയെ മാറ്റുമെന്ന്, ഇസ്രയേലിനെ ദൈവം വീണ്ടെടുക്കുമെന്ന്. ഇസ്രയേലിനെ ദൈവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പല മുഖാന്തരങ്ങളുണ്ട്. ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ഇസ്രയേലിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇസ്രയേലാണ് ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി മഹോപദ്രവ കാലഘട്ടത്തിൽ കഷ്ടം അനുഭവിക്കുവാൻ പോകുന്നത് ഇസ്രയേലായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ കുത്യവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. ഈ കാലഘട്ടത്തിൽ ഒന്നും അവരുടെ മശിഹ മടങ്ങി വന്നില്ലെന്ന് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ഹൃദയം തുറക്കപ്പെടും. ഓ, മശിഹ ഓൾറെഡി വന്നിട്ട് പോയി, പക്ഷെ അവൻ മശിഹയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയാണ് കുത്തിയവെങ്കിലേക്ക് നോക്കി അവർ നിലവിളിക്കുന്നത്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12, 13, 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇസ്രയേൽ വലിയൊരു വില കൊടുത്ത് ഈ രക്ഷയുടെ അനുഭവത്തിൽ ക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ഗാഡ്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അപ്പോൾ ഈ 12 ഗോത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ ആരെങ്കിലും ചോദിക്കും, ഈ 144,000 പേര് മാത്രമേ രക്ഷിക്കപ്പെടൂ? അല്ല, ഇത് ആദ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ട്. ആൻഡ് ദാറ്റ് ടു ഹാപ്പൻസ്. ഇത് എവിടെയാ സംഭവിക്കുന്നത് വെച്ചാൽ ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ആ ഭാഗത്ത് സംഭവിക്കുന്നതാണ്. ആ മഹോപദ്രവ കാലഘട്ടം തീരുന്നത് വരെയും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ജനം, വന്നുകൊണ്ടേയിരിക്കും ജനം. അപ്പോൾ ഈ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് 144,000 പീപ്പിൾ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന 144,000 പേര്. ഇത് ആദ്യത്തെ വിഷനാണ്. ഈ 7-ാം അധ്യായത്തിലെ ആദ്യത്തെ ദർശനമാണ് 1 മുതൽ 8-ാമത്തെ വാക്യം വരെ ഉള്ളത്. ഇനി 2-ാമത്തെ ദർശനം എന്താണെന്ന് വെച്ചാൽ 9 മുതൽ താഴേക്ക് വരുന്ന വാക്യമാണ്. അപ്പോൾ 144,000 പേരെ കണ്ടു. അവർ മൊത്തം യഹൂദന്മാർ തന്നെയാണ്. അത് വ്യക്തമായിട്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഗോത്ര കണക്കിനനുസരിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ അടുത്ത വാക്യത്തിലേക്ക് നോക്കുമ്പോൾ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിയ സഹോദരങ്ങളെ. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇതിന്റെ ശേഷം, ഏതിന്റെ ശേഷം? ഈ 144,000 പേരെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ വേറൊരു കാഴ്ച കാണുകയാണെന്ന് യോഹന്നാൻ പറയുന്നു. എന്ത് കാഴ്ചയാ കാണുന്നത്? ഇതിന്റെ ശേഷം സകല ജാതികളിലും സകല ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ ഭാഗത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത് എന്താണെന്നറിയാമോ? ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. ഇത് ദൈവസഭയെക്കുറിച്ച് പറയുന്നതെന്നാണ് ഞാൻ പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. സഭ ഓൾറെഡി എടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ഈ മഹാ ഉപദ്രവ കാലത്തിൽ രക്ഷിക്കപ്പെടുവാൻ പോകുന്ന ജനത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ സഹോദരങ്ങളെ, നിങ്ങൾ കരുതും ഞാൻ എൻ്റെ ഊഹാപോഹം പറയാ. നല്ല വചനത്തിൽ താഴേക്കൊന്ന് വായിച്ചു വന്നേ.
മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന്. അപ്പോൾ യോഹന്നാൻ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? 14-ാമത്തെ വാക്യത്തിൽ 7:14 യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. They came out of the great tribulation. You see this? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, മുമ്പേ പറഞ്ഞതുപോലെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ സഭ ഈ ഭൂമിയിലില്ല. അപ്പോൾ ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. രണ്ടാമത് ഇവിടെ വളരെ വ്യക്തമായിട്ട് 14-ാമത്തെ വേഴ്സ് 14 പറയുന്നുണ്ട്, they are the saints, they came out of the great tribulation. ഇനി ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഈ രണ്ടിന്റെയും കാരണം എന്താണെന്നറിയാമോ? ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്നറിയാമോ? ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വരികയാണെന്ന് വെച്ചോ, സഭയെ എടുക്കുവാൻ, സഭയുടെ ഉൾപ്രാപണം, സഭയുടെ റാപ്ചർ ഇപ്പൊ നടക്കുകയാണെന്ന് വെച്ചോ, നമ്മളങ്ങ് എടുക്കപ്പെട്ടു. വിശുദ്ധരെല്ലാവരും കർത്താവിന്റെ സഭയോടുകൂടി എടുക്കപ്പെട്ടു. നമ്മൾ കരുതുന്നുണ്ടോ നമ്മുടെ സഭയിലുള്ള എല്ലാവരും എടുക്കപ്പെടുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവസഭയ്ക്കകത്ത് പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട്. ദൈവവചനപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അനുദിന വിശുദ്ധീകരണത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ വരവ് കാത്തിരുന്നു കൊണ്ട് വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കുന്ന ഒരു ജനമുണ്ട് ഇന്ന്. അവര് തീർച്ചയായിട്ടും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. പക്ഷെ വേറൊരു ജനമുണ്ട്, എന്തോന്നറിയാമോ? ദൈവമക്കളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ വലിയ വലിയ ഗൗരവം ഒന്നും എടുക്കുന്നില്ല. ലാഘവത്തോടെ എടുക്കും. കുറച്ച് പാപമൊക്കെ ഉണ്ട്, ലോക സ്നേഹമുണ്ട്, അവരെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എടുക്കപ്പെടത്തില്ല. അപ്പൊ ഓർക്കണമേ, വിശുദ്ധന്മാർ എടുക്കപ്പെട്ടു, സഭ എടുക്കപ്പെട്ടു. പക്ഷെ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വേറെ കുറച്ച് വിശുദ്ധന്മാരെന്ന് പറഞ്ഞവരുണ്ട്, കൈവിടപ്പെട്ടവർ. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ സഭയിൽ കർത്തൃമേശയ്ക്ക് സംബന്ധിക്കുന്നവരെല്ലാവരും വിശുദ്ധരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ? എനിക്കൊന്ന് ചുരുക്കം ചിലരെങ്കിലും പറയും, എനിക്ക് തോന്നുന്നില്ല ഞാൻ എടുക്കപ്പെടുമെന്ന്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവർ കൈവിടപ്പെടും. അപ്പൊ കർത്താവ് സഭയും കൊണ്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ ഈ കേട്ടതൊക്കെ സത്യമായിരുന്നല്ലോ. അപ്പോൾ അവരിൽ ചിലര് ഒരു പൂർണ്ണമായ തീരുമാനം എടുക്കും, ഈ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ ട്രിബുലേഷൻ സെയിൻസിനെ കുറിച്ച്. മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിടുവിക്കപ്പെട്ട ഒരു ജനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് പറയും, ആ കൂട്ടത്തിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, വലിയ ഉപദ്രവത്തിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. അത് നമ്മൾ മുന്നോട്ട് 8-ാമത്തെ അധ്യായം മുതൽ മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വലിയ ഉപദ്രവങ്ങൾക്ക് വേണ്ടി അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും, അതിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ അതിനകത്ത് കുറച്ച് പേരുണ്ടല്ലോ, കുറച്ചൊന്നുമല്ല, ഇവിടെ പറയുന്നു എണ്ണിക്കൂടാത്തവണ്ണം ഒരു പുരുഷാരം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ. കാരണം കർത്താവിന്റെ വരവിങ്കിൽ ചുരുക്കമായിട്ടുള്ളവരെ എടുക്കപ്പെടത്തുള്ളൂ. വളരെ ചുരുക്കമായിരിക്കും എടുക്കപ്പെടുന്നവർ. വചനത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോഴോ വിശ്വാസം കണ്ടെത്തുമോ? അതാ കർത്താവ് ചോദിക്കുന്നത്. സ്കേഴ്സ്ലി, വെരി റെയർ, only a few people will be there. All the rest will be given. അവരെ forsake, അവരെ വിട്ടുകളയും. അപ്പൊ അതിൽ നിന്നൊരു ജനം ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിന്ന് പീഡനങ്ങളേറ്റ്, കണ്ണുനീരേറ്റ്, മാർട്ടിയർഡം, രക്തസ്വാക്ഷിത്വം വഹിച്ച് കർത്താവിനൂടെ ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, 7 വർഷത്തേക്ക്, just for 7 years. After the 7 years the Lord will come back again. That is the second coming. ഈ വിശുദ്ധന്മാരോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരും. അപ്പൊ ഈ 7 വർഷത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ 7 വർഷത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വലിയൊരു വിഭാഗവും സുവിശേഷം കേട്ടിട്ടുള്ളവരായിരിക്കും. ഈ പറയുന്ന യഹൂദന്മാർ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൊക്കെ അപ്പോഴും കാണും, ഇപ്പോഴത്തെ ഇന്റർനെറ്റ് അന്നേരവും ഉണ്ടാകും. ഇപ്പൊ കർത്താവ് നമ്മളെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്റർനെറ്റെല്ലാം സ്റ്റോപ്പ് ആകുമോ? ഇല്ല. സയന്റിസ്റ്റുകളെല്ലാം ഇല്ലാതാവുമോ? ഇല്ല. സ്റ്റിൽ ടെക്നോളജി കണ്ടിന്യൂസ്. ടുമോറോ, നാളെ, ഇന്നത്തെ ദിവസം, ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച തന്നെയായിരിക്കും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ചർച്ച കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈവിടപ്പെട്ടവരെല്ലാം കൂടെ വീണ്ടും കൂടുമായിരിക്കും. ചിലപ്പോൾ ചർച്ച എന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവിടെ കാണത്തില്ല. പരിശുദ്ധാത്മാവ് സഭയും കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റിൽ ഇന്റർനെറ്റിലൊക്കെ ദൈവവചനം ഉണ്ടാകും, യൂട്യൂബിലൊക്കെ മെസ്സേജുകളുണ്ട്. ഇതൊക്കെ കേട്ട് അനേകർ വീണ്ടും മാനസാന്തരപ്പെടും. ഈ ഉപദ്രവത്തിന്റെ നടുവിൽ, ഈ ട്രിബുലേഷന്റെ നടുവിൽ. അവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രിബുലേഷൻ സെയിൻസ്. മഹോപദ്രവത്തിലൂടെ വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനം. അവർ വലിയ വില കൊടുക്കും. താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, ഇത് മഹോപദ്രവത്തിൽ നിന്ന് വന്നവർ. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിപ്പോ വിശ്വാസ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ.
ഇതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇതുപോലെ തന്നെ കർത്താവ് ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ഈ ലോകം മുഴുവനും അറിയത്തില്ലേ? ഒത്തിരി പേര് ഇല്ലാതായി. ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും BBC എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങും. He is missing, she is missing, a group of people are missing from this side, this side, this side. The whole world will come to know. And those who have known the word, അവർ പറയും മശിഹ വന്നു സഭയെ കൊണ്ടുപോയി. അത് ഇസ്രായേലും കേൾക്കും. ഹല്ലേലൂയ. അത് ഇസ്രായേലും കേൾക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അവർക്ക് മനസ്സിലാകും മിശിഹ വന്നു. ഹല്ലേലൂയ. തങ്ങൾ അവനോട് ഇങ്ങനെയൊക്കെയാ ചെയ്തത്. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നുപോയി കർത്താവിന് വേണ്ടി നിൽക്കും. അതാണ് ആ ഭാഗം വായിക്കുന്നത്. ഇനി ഈ ഭാഗം ഒന്ന് വായിച്ച 9 മുതലുള്ള വാക്യങ്ങൾ. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കണമേ, ഈ കുരുത്തോല എന്ന് പറയുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് യെരൂശലേമിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് അവിടെ വെച്ച് നമുക്കറിയാൻ പറ്റും കുരുത്തോലയുമായിട്ട് പുരുഷാരം കർത്താവിനെ സ്വീകരിക്കുന്ന ഭാഗം, ഓശന്നെയൊക്കെ പാടുന്നതൊക്കെ നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ കുരുത്തോല കൈ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ വിക്ടറി, വിജയത്തെ കാണിക്കുന്നതാ, വിജയ ഉല്ലാസം കാണിക്കുന്നതാ. കർത്താവ് ജയത്തോടു കൂടി രാജാതി രാജാവായി യെരൂശലേമിലേക്ക് കടന്നതിന് വരുന്നതിനെ കുറിച്ചാണ് അന്ന് ഹോശന്ന പാടി ജനം രാജാവായി ദൈവത്തെ കർത്താവിനെ സ്വീകരിക്കുകയായിരുന്നു യെരൂശലേമിലേക്ക്. അപ്പൊ ഇവിടെ കുരുത്തോലയുമായിട്ടൊരു വലിയ ജനം നിൽക്കുക. എന്താണെന്നറിയാമോ? ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നു, കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, കർത്താവ് ഞങ്ങളെ ജയിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് അവർ അടുത്ത വാക്യം പറയുന്നു നോക്കിയ 10-ാമത്തെ വാക്യം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ വീണു. സ്തോത്രം. ദ ഹോൾ ഹെവൻ ഈസ് ദേർ. ദ ഹോൾ ഹെവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരെല്ലാവരും കുഞ്ഞാടിനെ മുമ്പാകെ വീഴുകയാണ്. സകല ദൂതന്മാരും. ഒരു കാര്യം കൂടെ പറയണമല്ലോ, ഈ വിഭാഗത്തെ കുറിച്ചാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അത് എഴുതിയിരിക്കുന്ന ഈ വിഭാഗത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവവചന നിമിത്തം പീഡനം അനുഭവിക്കപ്പെട്ട ജനം. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ഇത് ദൈവസഭയെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സഭയെ ഈ സമയത്ത്, ഈ ദർശനം കാണുന്ന സമയത്ത് സഭ സ്വർഗത്തിൽ കർത്താവിനോട് കൂടിയാണ്. രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 14-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആരാണെന്ന് യോഹന്നാന് മനസ്സിലായില്ല. സഭയാണെന്നുണ്ടെങ്കിൽ യോഹന്നാന് മനസ്സിലായിരുമായിരുന്നു. തീർച്ചയായിട്ടും യോഹന്നാൻ ചോദിക്കേണ്ട കാര്യമില്ല. യോഹന്നാനെ മനസ്സിലാക്കും. ദിസ് ഇസ് എ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ഇത് ആരാണെന്ന് ഒരു 144,000 144,000 കുറിച്ച് യോഹന്നാൻ അറിയാം. പക്ഷെ ഈ ഒരു വലിയ ജനത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അതിനാ എൽഡേഴ്സ് മൂപ്പന്മാരൊരുത്തും ചോദിച്ചു, ഇത് ആരാന്ന് നിനക്കറിയാമോ? ഇല്ല. ഇവര് മഹോപദ്രവ കാലഘട്ടത്തിൽ നിന്ന് വന്നു. സഹോദരങ്ങളെ, ഇതിൽ കൂടുതൽ വലിയ തെളിവ് നമുക്ക് ഇതിന്റെ വ്യാഖ്യാനത്തിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ താഴേക്ക് വരുമ്പോൾ 11-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. 12-ാമത്തെ വാക്യം. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. വേഴ്സ് 13. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് സഭയായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചോദ്യം വരത്തില്ല. കാരണം സഭയെന്ന് പറഞ്ഞാൽ സഭയെന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട്. ഇന്ന് വരെ നോക്കുമ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് വേണ്ടിയാ കർത്താവ് മരിച്ചത്. സഭയെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമാണ്. സഭയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ജനമാണ്. അവരെ കുറിച്ച് ഒരിക്കലും ഇവിടെ മൂപ്പന്മാരിൽ ഒരാള് യോഹന്നാനോട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല, ഇത് സഭയാണോ എന്നല്ല. സഭയല്ലാത്ത ഒരു കൂട്ടമാണത്. സഭയോട് പിന്നീട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ള ഒരു കൂട്ടം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. 14 യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, വൺ ഓഫ് ദി എൽഡേഴ്സ് ആൻസറിങ് ഹിം, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. And I said unto him, Sir, thou knows. And he said unto me, These are they which came out of great tribulation
and have washed their robes and made them white in the blood of the Lamb. ഇത് തന്നെയാണ് നമുക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കർത്താവിന്റെ രക്തത്താലാണ് നമ്മളും കഴുകപ്പെട്ടതും നീതീകരിക്കപ്പെട്ടതും. എക്സാക്ട്ലി ദ സെയിം വേ ഈവൻ ഇൻ ദ ട്രിബുലേഷൻ ടൈം, മഹോപദ്രവ കാലഘട്ടത്തിലും തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടൊരിക്കലും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കർത്താവിലുള്ള വിശ്വാസം, അവിടുത്തെ രക്തത്തിലുള്ള വിശ്വാസം, അവിടുത്തെ നീതീകരണത്തിലുള്ള വിശ്വാസം, അതിൽ ആശ്രയിച്ച് ഇതാ വീണ്ടും ഒരു ജനം വിടുവിക്കപ്പെടുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ചിലർ ഇതിനെ ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കണമേ. ചിലർ ചോദിക്കുന്നത്, അപ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ, സഭ എടുക്കപ്പെടുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമല്ലോ. ഈ സെക്കൻഡ് ചാൻസ് വേറൊരു ജനറേഷനിലും ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ചിലർ ചോദിക്കത്തില്ലേ? ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്നത് നമുക്ക് 2 ചാൻസേ കിട്ടിയിട്ടുള്ളൂ ഇത്രയും കാലം. എത്രയോ ചാൻസ് നമുക്ക് കിട്ടി. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഹൗ മെനി ചാൻസസ് വെർ ഗിവൻ ടു us? All the past generation, how many chances were given to them? അതെന്താ ആരും ചിന്തിക്കാത്തെ? ഇപ്പൊ നമുക്കെല്ലാവർക്കും മരിച്ചു കഴിഞ്ഞ് ഒരു ചാൻസ് കിട്ടണമെന്നുള്ള ആഗ്രഹമായിരിക്കുന്നത് അല്ലേ? പക്ഷെ ഒരു കാര്യം അറിയാമോ? ഇവർക്ക് ആ ചാൻസ് കിട്ടിയെങ്കിലും ആ ചാൻസിലൂടെ അവർ കടന്നു പോയത് മഹോപദ്രവം സഹിച്ച. നമ്മൾ ആരും ആ മഹോപദ്രവം സഹിക്കുന്നില്ല. സഹിക്കുന്നുണ്ടോ? That is how it is balanced. അങ്ങനെ അത് ബാലൻസ് ചെയ്യുന്നത്. അവർക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നുണ്ട് മരിച്ചാൽ ഉടനെ. കാരണം കർത്താവ് പോയി കഴിയുമ്പോൾ, കർത്താവ് പോകുന്നത് കണ്ട് പിന്നെ ചങ്കത്തെ നെഞ്ചത്തടിച്ച് കേട്ടോ വചനം സത്യമായിരുന്നല്ലോ കർത്താവേ, അതിന് ഞങ്ങൾ ചെവി കൊടുത്തില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് അവർക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈസി ആയിട്ടല്ല സെക്കൻഡ് ചാൻസ് കിട്ടുന്നത്. അതിനൊരു വലിയ വില നമ്മളിപ്പോ സ്പിരിച്വലിയാണ് കൊടുക്കുന്നത്. വില കൊടുക്കുന്നത് അവർ ഫിസിക്കലി കൊടുക്കേണ്ടി വരും. അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീരേണ്ടി വരും. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായി? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത സഹോദരങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പലരും പലയിടത്തും ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കാർക്കും ചാൻസ് കിട്ടിയില്ലെന്ന് പറയരുത്. സോ മെനി ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും എത്ര 1000 ചാൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. വൈ ആർ വി ബോദറിങ് അബൌട്ട്? നമ്മൾ എന്തിനാ വൈ ആർ വി ടോക്കിംഗ് അബൌട്ട് സെക്കൻഡ് ചാൻസ്? വി ഹാവ് ഗോട്ട് മില്യൺസ് ഓഫ് ചാൻസസ്. പ്രൈസ് ഗോഡ്. Don't wait for the second chance, my brother, my sister. If you are waiting for the second chance, you will have to become a martyr. ഒരു പക്ഷേ രക്തസാക്ഷിയാകേണ്ട ഗതികേട് വരും. അത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ കൂട്ടി ഈസി ഒന്നുമല്ല ഒരു ക്രിസ്ത്യനായി തീരുക. മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന പോലല്ല. ഒരുപക്ഷെ സിറിയയിലും നോർത്ത് കൊറിയയിലും ഒക്കെ സഹോദരങ്ങൾ ജീവിക്കുന്ന പോലെ ആയിരിക്കാം. ഒരുപക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരിക്കും. അവിടെയും ഒളിച്ചു വേണമെങ്കിലും ആരാധിക്കാം. ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പരിശുദ്ധാത്മാവില്ല. സഭ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഹാർട്ട് വെൻ ഐ എം ഷെയറിംഗ് ദിസ് വേർഡ്. യജമാനൻ 14 വാക്യം 7:14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. 15. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. 16 വാക്യം. ഇനി അവർക്ക് വിശക്കുകയില്ല, അവർക്ക് ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേലിന് തട്ടുകയില്ല. ഇത് എന്തിനാ സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അവരത്രമാത്രം പീഡനങ്ങളിലൂടെയാണ് കർത്താവിന് വേണ്ടി നിന്നത്. അത്രമാത്രം നമുക്കൊന്നും ചിന്തിക്കുവാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെ പീഡനമാണ് ഈ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ആ പീഡനം അനുവദിക്കുന്നത് ദൈവമാണ്. ഈ ലോകത്തിലേക്ക് ക്രോധം അയക്കുന്നത് ദൈവമാണ്. അതിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഏത് മനുഷ്യന് പറ്റും? നമ്മൾ 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിച്ചല്ലോ, പെരുങ്കാറ്റ് കൊണ്ട് അത്തിപ്പഴം വീഴുന്നത് പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ, ഭൂകമ്പം ഉണ്ടാകുന്നത്, പീഡനങ്ങൾ നടക്കുന്നത്. ദൈവത്തിന്റെ കൃപ ഇല്ലാത്ത ഒരു കാലഘട്ടം. അതിന്റെ മധ്യത്തിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഭയാനകമായിരിക്കും. അത് ഇവിടെ പറയുകയാണ്. അങ്ങനെ ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന്, മഹാകഷ്ടത്തിൽ നിന്ന് കുഞ്ഞാടാം ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്ന ജനത്തിനോട് കർത്താവ് പറയുക, ഇനി നിങ്ങൾക്ക് ദാഹിക്കത്തില്ല, ഇനിയും വെയിലും യാതൊരു ചൂടും നിങ്ങൾക്ക് തട്ടുകയില്ല. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് 17-ാമത്തെ വാക്യം പറയുന്നു, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്രേഷ്ഠമായ ഒരു കംഫർട്ടിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുക.
ശ്രേഷ്ഠമായ ഒരു കംഫർട്ടിലേക്ക് അവർ വന്നിരിക്കുക. അവർക്കിനി ദാഹിക്കാനില്ല, അവർക്ക് വേദനയില്ല, ഒന്നുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടന്നുപോയ ജനവും സ്വർഗത്തിലെ സഭയും എല്ലാം കൂടെയാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്ക്, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, എന്തിന്? മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും മഹോപദ്രവ കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. കർത്താവ് ഏത് നിമിഷവും വരും. ഹല്ലേലൂയ. സെക്കൻഡ് കമ്മിങ് ക്യാൻ ബി ഡിലേഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് കമ്മിങ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. കാന്തയുമായിട്ടുള്ള വിവാഹമാകാൻ സ്വർഗത്തിൽ വെച്ച് നടക്കണം. കർത്താവ് വന്ന് സഭയെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ സെക്കൻഡ് കമ്മിങ് അല്ല നമ്മൾ നോക്കിയിരിക്കുന്നത്, മഹത്വ പ്രത്യക്ഷതയാണ്. സഭയെ എടുക്കുവാനുള്ള കർത്താവിന്റെ വരവ്. കഴിഞ്ഞ മെസ്സേജുകളൊക്കെ കേട്ട് കഴിഞ്ഞ പാർട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാകും റാപ്ചറും സെക്കൻഡ് കമ്മിങ്ങും രണ്ടും രണ്ടാണെന്നുള്ളത്. തെളിവുകളുടെ വെളിച്ചത്തിൽ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. കർത്താവിന്റെ രക്തത്തിൽ അനുദിനം കഴുകൽ പ്രാപിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ എന്നെ വിടുവിക്കണമേ, ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, പാപത്തെ വെറുക്കുവാൻ തക്കമുള്ള കൃപ, ലോകത്തെ ജയിക്കുവാനുള്ള കൃപ, കർത്താവിന് വേണ്ടി നിൽപ്പാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ. അത് മാത്രമല്ല, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ വിശ്വസ്തയോടെ നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് നാളെ ആ സമയം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് തന്നിരിക്കുന്ന അവസരങ്ങൾ കർത്താവിനറിയാം എന്തൊക്കെ ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. അവിടെ നമ്മുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത്, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പലതും കർത്താവിന് വേണ്ടി സമയം കിട്ടാത്തവരായിട്ട് വരരുത്. നമ്മൾ ഒത്തിരി അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വേലകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേലകൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ചിന്തിച്ചു നോക്കിയ ഒരു യജമാനൻ ഒരു ദാസനെ ഒരു വേല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, യജമാനൻ ഏൽപ്പിച്ച വേല മാറ്റി വെച്ചിട്ട് ദാസൻ സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ ആ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി. യജമാനൻ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ എന്ത് പറയും? എന്ത് ഉത്തരം പറയും? എനിക്ക് എന്റെ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു ഒരു ദാസന് പറയാൻ പറ്റുമോ? പറ്റില്ല. കർത്താവിന്റെ വേല നമ്മൾ ചെയ്യണം. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ ചെയ്യണം, പ്രമാണപ്രകാരം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാം. കർത്താവിന്റെ പാദപീഠത്തിരുന്നുകൊണ്ട് അവിടുത്തെ വചനം ധ്യാനിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടാം. നമുക്ക് സ്വയം ഒരുങ്ങാം, സഭയെ ഒരുക്കാം. സഭയ്ക്ക് പുറത്തുള്ളവരെ കർത്താവിങ്കലേക്ക് അവരെ നയിക്കാൻ, നടത്താൻ നമ്മളാൽ കഴിയുന്ന പ്രകാരം, കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് നമുക്കറിയാവുന്ന സത്യങ്ങൾ, ശ്രേഷ്ഠമേറിയ ദൈവമഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരോട് നമുക്ക് പ്രസംഗിക്കാൻ കഴിയണം. അത് വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇവാഞ്ചലൈസേഷൻ ആയിക്കൊള്ളട്ടെ, preaching ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ബി ഇറ്റ്, യു ആർ ഗിഫ്റ്റഡ് വിത്ത്, യു ആർ ഗിവൺ ഗ്രേസ് ഫോർ ഇറ്റ്. നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന്റെ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാം സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ കർത്താവ് വരും. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള സമയം എത്രയാണെന്ന് നമുക്കറിയില്ല. കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. ഈ വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇവിടെ 7-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തി കഴിയുമ്പോൾ അടുത്ത 8-ാമത്തെ അധ്യായം വീണ്ടും ആ ഇന്റർവെൽ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുക മഹോപദ്രവകാലം. അതിന്റെ ഇടയ്ക്ക് കാണിച്ച ദർശനമാണ് നമ്മളിപ്പോൾ കണ്ടത്. കർത്താവ് ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ദർശനത്തിലൂടെ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തത്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നു. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. നമ്മൾ കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ആ ഭാഗം മുന്നോട്ട് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവ് എനിക്ക് തന്ന കൃപയിൽ ഈ സത്യം നിങ്ങളോട് പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ അനേക റിസർച്ചുകൾ ചെയ്തു, അനേക അപ്രോച്ചസ്, അനേക അനേക വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. പലതും ദൈവഭയത്തിൽ ഞാൻ മാറ്റിക്കളഞ്ഞു, തള്ളിക്കളഞ്ഞു. വി കാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ദൈവഭയത്തിൽ, കർത്താവിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ തന്ന ജ്ഞാനത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ രാത്രി ഷെയർ ചെയ്തത്, ഇന്നത്തെ പകൽക്കാലം ഷെയർ ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾ മറ്റു പല വ്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷനായിട്ട് തോന്നരുത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദൈവവചനം പഠിക്കുക. ദൈവവചനം നോക്കിയിട്ട്, ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വചനത്തിൽ നിന്നെടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എൻ്റെ വ്യൂവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ്
ബൈബിൾ സേസ് ദിസ് വേ, സോ ഐ ആം അക്സെപ്റ്റിംഗ് ദിസ്. എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും എടുത്തല്ല, ഞാൻ വചനത്തോട് ചേർത്തിട്ടല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഈ നാളുകളിൽ ദൈവവചനം അധികമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ പാർട്ടുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പഠിച്ചാൽ സഹോദരങ്ങളെ, നിങ്ങൾക്കത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കർത്താവിനെ സേവിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഒന്നിച്ച് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കാം. അതോടൊപ്പം നമുക്ക് അനുദിനം അനുനിമിഷം നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ പ്രാണനാഥന് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധി